തലസ്ഥാനത്തെ കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ആശമാർക്ക് വിലക്ക്. കാട്ടാക്കട കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്നാണ് ആശാവർക്കർമാരെ വിലക്കിയത്. നെയ്യാർ ഡാം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ രഞ്ജിനിയാണ് ഈ നിർദ്ദേശം നൽകിയത്. പഞ്ചായത്തിലെ കെട്ടിട ഉദ്ഘാടനം സംസ്ഥാന ആരോഗ്യമന്ത്രിയെ അറിയിച്ചില്ല എന്നാണ് ഡോക്ടറുടെ വാദം. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, ഒരു ഡോക്ടർ തന്നെ നേരിട്ട് ആശാവർക്കർമാരോട് ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്നു. കേന്ദ്രമന്ത്രിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇത് വാട്സപ്പ് സന്ദേശമായി അവർക്ക് നൽകി എന്നുള്ളതാണല്ലോ വിവരം. കൂടുതൽ കാര്യങ്ങൾ പ്രജിത്ത് മോഹനൻ. വിനോദ്, കഴിഞ്ഞ ദിവസമാണ് ഈ രീതിയിലൊരു വാട്സപ്പ് സന്ദേശം ആശമാരുടെ ഗ്രൂപ്പിൽ എത്തുന്നത്. കള്ളിക്കാട് പഞ്ചായത്തിലെ പുതിയതായി കേന്ദ്രം നിർമ്മിച്ച ആയുഷ്മാൻ ആരോഗ്യമന്ത്രിൻ്റെ കെട്ടിട നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിച്ച കെട്ടിടം അത് ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഇന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ ഒരു പരിപാടി അവിടെ ഉണ്ടായിരുന്നത്. പഞ്ചായത്ത് നേരിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതും. കേന്ദ്ര സർക്കാർ നൽകിയ ഫണ്ട് കൊണ്ട് അവിടെ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി കെട്ടിടം നിർമ്മിക്കുന്നു, അതിന് ഉദ്ഘാടനവും ചെയ്യുന്നു. അവിടുത്തെ MLA അടക്കമുള്ളവർക്ക് ഈ ഉദ്ഘാടന സദസ്സിലേക്ക് ക്ഷണവുമുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ പരിപാടി പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു. മന്ത്രി അടക്കമുള്ളവർ ഇന്ന് അവിടെ എത്താനിരിക്കുന്നു. ആ സമയത്താണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇത്തരത്തിലൊരു വാട്സപ്പ് സന്ദേശം ഈ പറയുന്ന ആശമാരുടെ ഗ്രൂപ്പുകളിൽ എത്തുന്നത്. അതായത് നെയ്യാർ ഡാമിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ രഞ്ജിനിയാണ് ഇത്തരത്തിലൊരു സന്ദേശം ആ ഗ്രൂപ്പിലിടുന്നത്. അവർ പറയുന്നത് ഈ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം അത് സംസ്ഥാന ആരോഗ്യമന്ത്രി അറിഞ്ഞുകൊണ്ടല്ല, അതുകൊണ്ട് ഇത്തരത്തിൽ ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരായ നമ്മൾ ആ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോവുകയാണ് എന്നുള്ളത്. നമ്മൾ ഇവരുമായി നമ്മുടെ പ്രാദേശിക ലേഖനടക്കം ഇവരുമായി പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും അവർക്ക് ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാനില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരുന്നത്. എന്തായാലും ആ മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധം ആ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം കള്ളിക്കാട് പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ കുറേ കാലത്തെ അവിടുത്തെ ചില മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായി കൂടിയാണ് കേന്ദ്ര സർക്കാർ പ്രത്യേകമായിട്ട് അവിടെ ഒരു ആയുഷ്മാൻ ആരോഗ്യമന്ത്രിന് അനുമതി നൽകുന്നതും അല്ലെങ്കിൽ അവരുടെ ഒരു മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു പദ്ധതി അവിടേക്ക് വരുന്നതും. ഇത് പഞ്ചായത്ത് തലത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഉദ്ഘാടനമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതും പഞ്ചായത്താണ്. ഈ ആശമാരുടെ അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്കറിയാം അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന അടക്കമുള്ള വിഷയങ്ങൾ അത് പ്രാദേശിക തല ഭരണകൂടത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്നതുമാണ്. ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ആശാവർക്കർമാർക്ക് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ പ്രജിത്ത് തുടരുക. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീകുമാർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ശ്രീകുമാർ, കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ആശാവർക്കർമാർ പങ്കെടുക്കരുത് എന്ന് ഡോക്ടർ തന്നെ, അതായത് നെയ്യാർ ഡാം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ രഞ്ജിനി നിർദ്ദേശം നൽകിയ വാർത്ത പുറത്തു വരുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന് ഇക്കാര്യത്തിൽ എന്താണ് പ്രതികരണം? ശ്രീകുമാർ. അതെ, ഇന്ന് 11 മണിക്കാണ് നമ്മുടെ ഒരു സബ് സെന്ററിന്റെ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന് പറയുന്ന ഒരു സബ് സെന്ററിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ആ പരിപാടിയിലേക്കാണ് നമ്മളെ കേന്ദ്രമന്ത്രി വരുന്നത്. ഇത് കൃത്യമായിട്ട് തന്നെ 2 ദിവസത്തിന് മുമ്പാണ് കേന്ദ്രമന്ത്രിയുടെ ഡേറ്റ് കിട്ടുകയും അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ അത് എല്ലാവരെയും വിളിച്ച് അറിയിക്കുകയും DMO വരെ ഞാൻ നോട്ടീസ് കൊടുത്തു. DMO പലവട്ടം ഞാൻ ഫോണിൽ വിളിച്ചിട്ട് പോലും അവർ ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല. അതിപ്പോഴും മാത്രമല്ല, ഈ DMO പലവട്ടം പല കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത ഒരു ഉദ്യോഗസ്ഥയാണ് ഈ DMO എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ MLA വിളിച്ച് ചോദിച്ചു. MLA പറഞ്ഞു 10 മണിക്ക് പരിപാടി പങ്കെടുക്കാം, 11 മണിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നമുക്ക് അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞ് വച്ചതാണ്. അപ്പോൾ ഇവരെ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി നമ്മുടെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് പോകുന്നത്. അതിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ പദ്ധതിയുടെ തറക്കല്ല് കർമ്മം വരെ ചെയ്തിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റായി ഞാൻ തന്നെയാണ്. അന്ന് ഒരു ആക്ഷേപവും ആർക്കും ഇല്ലായിരുന്നത്. ഇപ്പോൾ ഈ ഉദ്ഘാടന സമയത്ത് എന്താണ് ആശയം വന്നതിനെ കുറിച്ച് അത് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളായിരിക്കാം, അതായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ മെഡിക്കൽ ഓഫീസർ ഇന്നലെ ആശാമാർക്ക് അവരുടെ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. ഈ പരിപാടി ആരോഗ്യ വകുപ്പിന്റെ അനുവാദമില്ലാതെയാണ് നടത്തുന്നത്, അതുകൊണ്ട് ഈ പരിപാടിയിൽ ആശാ വർക്കർമാർ പങ്കെടുക്കേണ്ടതില്ല എന്ന് മെഡിക്കൽ ഓഫീസർ രഞ്ജിനി അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തികച്ചും അപലപനീയമാണ്. കാരണം എന്ന് പറയുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും 100% സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടാണ് ഈ കെട്ടിടങ്ങൾക്ക് നമ്മൾ വിനിയോഗിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ഇത് നമ്മളെ കാനറ ബാങ്കിൽ പഞ്ചായത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് അതിലേക്കാണ് ഈ ഫണ്ട് PFMS എന്ന് പറയുന്ന ലോഗിനിലൂടെ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് തരുന്നത്. ഇതിൽ 1% പോലും ഫണ്ട് സംസ്ഥാന സർക്കാരിന് ഇല്ലാതെ ഇരിക്കെ ഇതിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനെ കൊണ്ട് ചെയ്യുന്നതിൽ
ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിക്ക് കുട പിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പാപ്പരത്വമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പ്രസിഡന്റ്, ഇതിനകത്ത് ആരോഗ്യമന്ത്രി പരിപാടിയിൽ വിളിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ ഈ ഡോക്ടറുടെ വലിയ വേദന. ആരോഗ്യമന്ത്രി അറിയാത്ത പരിപാടിക്ക് ആശാ വർക്കർമാർ വരണ്ട എന്നുള്ള നിർദ്ദേശം ഒരു ഡോക്ടർക്ക് ഇങ്ങനെ ആശാ വർക്കർമാരോട് പറയാൻ അധികാരമുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശം നൽകാൻ എന്ത് ചട്ടമാണ് അനുവദിക്കുന്നത്? പഞ്ചായത്ത് ഒരിക്കലും ഒരു മെഡിക്കൽ ഓഫീസർ എന്ന് പറയുമ്പോൾ പഞ്ചായത്തിന് കൈമാറി കിട്ടിട്ടുള്ള സ്ഥാപനങ്ങളുടെ മേലധികാരിയാണ്. ആ അധികാരിക്ക് ഒരു കാരണവശാലും ആശാ വർക്കർമാരോട് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ ഒരു അധികാരവുമില്ല. അവർക്ക് ആരാണ് ഈ അധികാരം കൊടുത്തത്? പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ, പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള രീതിയിലും നമുക്ക് പഞ്ചായത്തിന് അധികാരം പഞ്ചായത്തിന്റെ കയ്യിലിരിക്കെ മെഡിക്കൽ ഓഫീസർ ആരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആശാ വർക്കർമാർക്ക് ഇത് കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ രഞ്ജിനി മേഡത്തിനെ വിളിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്? ഞാൻ ചോദിച്ചു, നമ്മുടെ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ലെറ്റർ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ഉത്തരവ് കിട്ടിയിട്ടുണ്ടോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആശാ വർക്കർമാർ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞത്? നിങ്ങളുടെ എന്ത് അധികാരം ഉപയോഗിച്ചുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് മുണ്ടാട്ടമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ ആശാ വർക്കർമാർ വരില്ല, ഈ പരിപാടിക്ക് അവരെ വിലക്കിയ സ്ഥിതിക്ക് ആശാ വർക്കർമാർ ഇനിയും വരുമെന്ന് കരുതുന്നുണ്ടോ? അല്ല എങ്കിൽ ആശാ വർക്കർമാർ വരാതിരുന്നാൽ ഈ ഡോക്ടർക്കെതിരെ രേഖാമൂലം പരാതിയുമായി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുമോ? കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ച് അതിൻ്റെ പരമാധികാരി എന്ന് പറയുന്നത് പഞ്ചായത്ത് ഭരണസമിതിയോ അതിൻ്റെ പ്രസിഡന്റുമാണ്. അപ്പോൾ അതിന് കീഴിലുള്ള ഒരു ആരോഗ്യ കേന്ദ്രത്തിലെ ഒരു ഡോക്ടർ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആവശ്യമില്ലല്ലോ. അതെ, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൊടുക്കുന്ന കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും നമുക്ക് കൈമാറി കിട്ടിയിരിക്കുന്ന സ്ഥാപനങ്ങളുടെയും മേലധികാരികൾ ചെയ്യേണ്ടത്. പക്ഷെ അവരുടെ അതിനകത്തു നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ആശാ വർക്കർമാരുടെ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യുന്നത് കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതികളാണ്. ആ പഞ്ചായത്ത് ഭരണസമിതികളുടെ കീഴിലാണ് ആശാ വർക്കർമാർ വരുന്നത്. എല്ലാ മാസവും ആശാമാരുടെ മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടി അവരുടെ അവലോകനം നടത്തി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഫീൽഡിലേക്ക് വർക്ക് നടക്കുന്നത് പഞ്ചായത്ത് അതാത് മാറി വരുന്ന ഭരണസമിതികളാണ്. ഈ ആശാ വർക്കർമാർ ഫീൽഡിൽ പോയി എന്തെങ്കിലും വിഷയമുണ്ടായാൽ അതിന് ഉത്തരം പറയേണ്ടതും ഗ്രാമപഞ്ചായത്ത് തന്നെയാണ്. അങ്ങനെ കാര്യങ്ങൾ നിലയിലിരിക്കെ ഒരു നിർവഹണ ഉദ്യോഗസ്ഥ എന്നുള്ള രീതിയിൽ മെഡിക്കൽ ഓഫീസർ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ യാതൊരു വിധമായിട്ടും അവർക്ക് അതിനുള്ള അധികാരമില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. തീർച്ചയായും ഇതിന്മേൽ പരാതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ വിശ്വസിക്കാം. ശ്രീകുമാർ, അതുകൂടി പരാതിയുമായി മുമ്പോട്ട് പോകും. മറ്റൊന്ന് ഈ മെഡിക്കൽ ഓഫീസർക്കെതിരെ എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ട് ഇന്ന് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ അവർക്ക് കത്തയക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ആശാ വർക്കർമാർ പങ്കെടുക്കരുത് എന്നാവശ്യപ്പെട്ട് അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഒരു ഡോക്ടർ ആശാ വർക്കർമാർക്ക് സന്ദേശം അയക്കുന്നത്. അത് വലിയ വിവാദമാവുകയാണ്. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന പ്രജിത് മോഹനൻ വീണ്ടും ചേരുന്നു. പ്രജിത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ പറയുന്നത് നമ്മൾ കേട്ടു. അവിടെ ഡോക്ടർ തന്നെ നേരിട്ട് ആശാ വർക്കർമാരോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളത്. എന്തായാലും പഞ്ചായത്ത് ഇക്കാര്യത്തിൽ രേഖാമൂലം പരാതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത് പ്രജിത്ത്. അങ്ങനെ തന്നെയാണ്. കാരണം ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയം കൂടിയുണ്ട്. ഈ ഡോക്ടർക്കടക്കം നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രാദേശിക CPM നേതൃത്വമാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്രാദേശിക ലേഖകന്മാരടക്കം നമുക്ക് നൽകുന്ന വിവരവും അത് തന്നെയാണ്. കാരണം ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഈ കള്ളിക്കാട് പഞ്ചായത്ത് BJP ഭരിക്കുന്ന പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തെ പലയിടത്തും ഡോക്ടർമാർ പോലും ഇല്ലാത്ത, ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ജീവനക്കാർ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ആയുഷ്മാൻ മന്ദിർ അനുവദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അപ്പോൾ ഒരു പ്രദേശത്തെ അത് ഇപ്പോൾ ഈ പറയുന്ന ആശാ പ്രവർത്തകരടക്കം ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ വാട്സപ്പ് മെസ്സേജ് വന്നുവെങ്കിലും അത് പുറത്തു വരുന്നതിന് കാരണവും ചില ആശാപ്രവർത്തകർ തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ചില മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഈ ആശാവർക്കർമാരടക്കം നടത്തിയിട്ടുണ്ട്, പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക പദ്ധതി അല്ലെങ്കിൽ ഒരു പ്രത്യേക കെട്ടിടം തന്നെ അവിടെ അനുവദിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതും. അത് ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ്. പക്ഷേ അത്തരത്തിൽ കാര്യങ്ങൾ
സാഹചര്യങ്ങൾ അങ്ങനെയായിരിക്കെ ഇത് ബി.ജെ.പി. ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ ഇത്തരത്തിൽ കൂടുതൽ കേന്ദ്ര പദ്ധതികൾ വരുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ പ്രാദേശികമായി ചില എതിർപ്പുകൾ അല്ലെങ്കിൽ പ്രാദേശികമായി ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ ഈ ഡോക്ടർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അവിടെ തന്നെയുള്ള വ്യക്തമാണ്. പ്രജിത്ത്, കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രകാരം കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ഉള്ള പദ്ധതിയാണ് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ പരിപാടി ഇന്ന് അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു 11 മണിക്ക്. പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് ആശാ വർക്കർമാരോട് സ്ഥലത്തെ ഡോക്ടർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ തന്നെ നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പങ്കുവച്ചത് പ്രജിത് മോഹനൻ.